ബല്ലാരിയിലെ യുവമോർച്ച നേതാവിന്റെ കൊലപാതകത്തിൽ പ്രധാന പ്രതി കൊച്ചിയിൽ പിടിയിൽ. കുടക് സ്വദേശി അബ്ദുൾ നാസറിനെ പള്ളുരുത്തിയിൽ നിന്നാണ് പിടികൂടിയത്. യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു വധക്കേസിലെ പ്രധാന പ്രതിയാണ് പിടിയിലായത്. പ്രതിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, യുവമോർച്ച നേതാവ് നെട്ടാരുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് അറസ്റ്റ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ എവിടെ നിന്നാണ് പിടികൂടിയത്? ഒപ്പം തന്നെ പോലീസ് നടപടികൾ എങ്ങനെ? രാജീവ്, പള്ളുരുത്തിൽ നിന്നാണ് അയാൾ പിടിയിലായത്. ദക്ഷിണ കന്നഡ ജില്ലയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതക കേസിലെ മുഖ്യ കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. 2022 നടന്ന ഈ കൊലപാതകത്തിന് ശേഷം കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലായി പ്രതി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെയും ദേശീയ അന്വേഷണ ഏജൻസി ഇവിടെ പരിശോധനകൾ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് വീണ്ടും അന്വേഷണ സംഘത്തിന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി പരിശോധനയ്ക്കായി എത്തിയത്. ഇത് കർണാടകയിൽ നിന്നുള്ള അന്വേഷണ സംഘവും NIA സംഘവും ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്നുള്ള NIA സംഘവും ചേർന്ന് സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് പ്രതിയെ പിടികൂടിയത്. ഇപ്പോൾ പിടിയിലായ പ്രതിയെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കർണാടകയിലേക്ക് ബംഗളൂരുവിലേക്ക് തന്നെ അന്വേഷണ സംഘം കൊണ്ടുപോയി അവിടെ വിശദമായ ചോദ്യം ചെയ്യലടക്കം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പള്ളുരുത്തിയിലാണ് കഴിഞ്ഞ ഏറെ നാളുകളായി പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതക കേസായിരുന്നു പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകം എന്ന് പറയുന്നത്. വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണമായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരുന്നത്. ആദ്യം അവിടെയുള്ള ലോക്കൽ പോലീസ് അന്വേഷണം നടത്തി, കർണാടക പോലീസ് അന്വേഷണം നടത്തിയതിനു ശേഷം പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഈ അന്വേഷണം കൈമാറുകയായിരുന്നു. കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം സംബന്ധിച്ചടക്കമുള്ള വിശദമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ NIA ഉള്ളത്. ശരി ജിജീഷ്, എന്തായാലും യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് പ്രധാന പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പ്രതിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.